കാർത്തിക്കും രവിയും തമ്മിൽ പരസ്പരം മദ്യം രുചിച്ചു അഗ്നിക്കെതിരെ പുതിയ കരുക്കൾ നീക്കുകയാണ്. ഇരുവരും തമ്മിൽ രഹസ്യ സംഭാഷണം നടക്കുകയായിരുന്നു. അങ്കിൾ അങ്കിൾ ഇതുകൂടി ഒന്ന് പിടിപ്പിക്കേ, എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അളിയൻ അധികാരമുള്ളതാണോ അതോ സ്വയം അധികാരത്തിലേറുന്നതാണോ അങ്കിളിന് കൂടുതൽ സന്തോഷം നൽകുന്നത്? അതെന്ത് ചോദ്യമാണ് എൻ്റെ കാർത്തി മോനെ. അധികാരം അതൊരു ഹരമാണ്. അത് കിട്ടാൻ ആരും എന്തും ചെയ്യും. ഈ ഞാനും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. എന്ന അങ്കിളിന് ഇത്തവണ അത് കിട്ടിയിരിക്കും. ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഈ നിൽക്കുന്ന രവികുമാർ മത്സരിക്കും. എങ്കിലോ മോനെ, നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. നടക്കും അങ്കിൾ. ഞാനേ പാർട്ടി സെക്രട്ടറി ദിവാകരൻ്റെ മോനാണ്. ഞാൻ വിചാരിച്ച അതൊക്കെ ഈസിയായി നടക്കും. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. പക്ഷേ പകരം അങ്കിളെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടിത്തരണം. മോനെ, സാക്ഷിമോളുടെ കാര്യമാണോ മോനി പറയുന്നത്? അത് തന്നെ. അവളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയെങ്കിൽ. എത്രയോ നാളുകൾ ഞാൻ ഈ ഹൃദയത്തിൽ കൊണ്ടു നടന്നവൾ അവൾ. പെട്ടെന്ന് ഒരുത്തൻ വന്നു അവളെ സ്വന്തമാക്കിയെന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയെങ്കിൽ. ഈ നേരം വരെയും ഞാൻ മനസ്സ് തകർന്നിരിപ്പായിരുന്നു. ഒന്നിനും ഒരു മൂടുമില്ല അങ്കിൾ. എടാ മോനെ, അവർ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയവരാ. അവളെ ഇനി മോന് വേണോ? വേണമെങ്കിൽ അവളെ ഞാൻ അത്രയ്ക്ക് മോഹിച്ചു പോയതാ. എല്ലാ പരിശുദ്ധിയോടും കൂടി തന്നെ ഞാൻ അവളെ സ്വീകരിക്കും അങ്കിൾ. രവിക്ക് മുമ്പിൽ തകർത്തഭിനയിക്കുന്ന കാർത്തികിന്റെ ഉള്ളിലെ ക്രൂരഭാവം അന്നേരം രവികുമാർ ശ്രദ്ധിച്ചില്ല. മോനെ, നീ സ്നേഹമുള്ളവനാടാ. നിന്നെ എൻ്റെ മരുമോൾ മനസ്സിലാക്കിയില്ലല്ലോ. അഗ്നിദേവ് അവൻ ജീവനോടെ ഉള്ളിടത്തോളം മോൻ്റെ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല. അവനെ കൊന്നിട്ടായാലും ഈ അങ്കിൾ അവളെ നിനക്ക് നേടിത്തന്നിരിക്കും. ഇത് അങ്കിളിൻ്റെ വാക്കാണ്. അത് മതി, എനിക്കത് കേട്ടാൽ മതി. പക്ഷേ ഇപ്പം അങ്കിളെ എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട. നമുക്ക് അവസരം വരും. അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. ആദ്യം എനിക്കവനൊന്ന് കാണണം, ആ അഗ്നിദേവനെ. എന്നിട്ട് ഞാൻ പറയാം അങ്കിൾ എന്ത് ചെയ്യണമെന്ന്. അതുവരെ ഇക്കാര്യം മറ്റാരും അറിയരുത്. ചന്ദ്രശേഖർ സാർ പോലും. ഇല്ലട മോനെ, ആരും അറിയില്ല. അക്കാര്യത്തിൽ മോൻ അങ്കിളിനെ വിശ്വസിക്കാം. പക്ഷേ അങ്കിളിൻ്റെ കാര്യം കൂടി മോൻ ഒന്ന് ഓർത്ത് വെക്കണം. മറക്കരുത് കേട്ടോ. അത് പിന്നെ പ്രത്യേകം പറയണോ? അങ്കിളിനെ ഞാൻ അങ്ങനെ മറക്കോ? അങ്കിൾ മന്ത്രിയാവാൻ റെഡി ആയിക്കോ. ഇത് കാർത്തിക് തരുന്ന വാക്കാണ്. അത് കേട്ടതും രവിയുടെ മുഖമൊന്ന് വിടർന്നു. അന്നേരം കാർത്തികിന്റെ മുഖത്ത് എന്തൊക്കെയോ കലർന്ന ഭാവമായിരുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം സാക്ഷി അവിടുത്തെ പോലീസ് സ്റ്റേഷനകത്തേക്ക് അങ്ങനെ കയറി പോവുകയാണ്. സാക്ഷിയെ മനസ്സിലായ ചില പോലീസ് ഉദ്യോഗസ്ഥർ അവളെ വിനയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി. പോലീസ് ഏട്ടാ, ACP സാർ അകത്തുണ്ടോ? അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ പോലീസുകാരനോട് സാക്ഷി ചോദിച്ചു. കുഞ്ഞ് CMന്റെ. എൻ്റെ ചേട്ടാ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ACP അത്യാവശ്യമാണെന്ന് കാണണം. പെട്ടെന്ന് പറ പോലീസ് ചേട്ടാ, പുള്ളിക്കാരനകത്തുണ്ടോ? അകത്തുണ്ട് കുഞ്ഞെ. എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. സാറ് DGയുമായി ഫോൺ സംഭാഷണത്തിലാണ്. കുഞ്ഞവിടെ ഇരിക്കെ, ഞാൻ സാറിനോട് പറയാം. ശരി. CMന്റെ മോള് വന്നെന്ന് പറയണോ അതോ? അയാൾ ഒന്നുകൂടെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. തൽക്കാലം ഒരു പരാതിക്കാരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ. പരാതി ACP സാറിന് മുന്നിൽ നേരിട്ട് പറയണമെന്ന് പറഞ്ഞേക്ക്. പേര് സാക്ഷി അഗ്നിദേവാണെന്ന് പറഞ്ഞോളൂ. ശരി കുഞ്ഞെ. സാക്ഷി പറഞ്ഞത് കേട്ട് അയാൾ അഗ്നിയുടെ ക്യാബിനുള്ളിലേക്ക് പോയി. അപ്പോഴേക്കും അഗ്നി ഫോൺ കോൾ അവസാനിപ്പിച്ചിരുന്നു. കോൺസ്റ്റബിൾ അനുവാദം വാങ്ങിച്ച് അകത്ത് കയറി സല്യൂട്ട് ചെയ്തു. അഗ്നി ഒരു ഫയൽ പരിശോധിക്കുകയായിരുന്നു. സാർ. എന്താ രാമേട്ട? ഒരു പരാതിക്കാരി വന്നിട്ടുണ്ട്. അതിനെന്താ രാമേട്ട? പരാതി എന്താന്ന് വെച്ചാൽ എഴുതി വാങ്ങിച്ചോളൂ. സാറിനെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കണത്രേ. അതാരാ അങ്ങനെ ഒരു പരാതിക്കാരി? പേര് ചോദിച്ചില്ലേ? ചോദിച്ചു സർ. പേര് സാക്ഷി അഗ്നിദേവാണെന്ന് പറഞ്ഞു. അത് കേട്ടതും അഗ്നി ഫയലിൽ നിന്ന് മുഖമുയർത്തി അയാളെ നോക്കി. ഇവളിതെന്തിനുള്ള പുറപ്പാടാ? എന്നെ ഇവിടെയും നാറ്റിക്കും കുരിശ്, അഗ്നി മനസ്സിൽ പറഞ്ഞു. രാമേട്ട, എന്നിട്ട് അവളെവിടെ? ദേ ഞാനവിടെ ഇരുത്തിയിട്ടുണ്ട്. നല്ല തങ്കപ്പെട്ട കൊച്ച്, ഒരു ജാടയുമില്ല. സാറിൻ്റെ ഭാഗ്യം. പിന്നെ രാമേട്ട ചെല്ല്. രാമൻ കോൺസ്റ്റബിൾ സാക്ഷിയെ പുകഴ്ത്തുന്നത് കേട്ടതും അഗ്നിക്ക് ചിരിയാണ് വന്നത്. അതിൻ്റെ തനി സ്വഭാവം എനിക്കല്ലേ അറിയൂ, അത് മനസ്സിൽ പറഞ്ഞു അഗ്നി പുറത്തേക്ക് നടന്നു. അന്നേരമാണ് അവിടുത്തെ കോൺസ്റ്റബിളുമാരും വനിതാ കോൺസ്റ്റബിളുമാരും ഒത്ത് പല പോസിൽ സെൽഫി എടുക്കുന്ന സാക്ഷിയെ അഗ്നി കാണുന്നത്. ഒരു പോലീസുകാരൻ്റെ തൊപ്പി സാക്ഷിയുടെ തലയിലുമാണ്. ചേച്ചി ഇങ്ങോട്ട് നോക്ക്, നേരെ നോക്കുന്ന ചേച്ചിയെ. അവസാനം ഫോട്ടോ നന്നായില്ലെങ്കിലേ എന്നെ പറയരുത് കേട്ടോ. അങ്ങനെ ഒന്ന് ചിരിക്കും മീശക്കാരൻ ചേട്ടാ. ചേട്ടാ, വയറ് ഫ്രീ ആയി വിട്ടോ, കുഴപ്പമില്ല. സാക്ഷി ഓരോരുത്തരോടും ഓരോന്ന് പറയുവാണ്. മതി മോളെ, സാറ് കണ്ടാൽ വഴക്ക് പറയും.
ഒരു മധ്യവയസ്കൻ സാക്ഷിയെ നോക്കി പറഞ്ഞു. നിങ്ങളുടെ സാറിനോട് പോവാൻ പറ, അങ്ങേരെ എനിക്ക് പുല്ലാണ് പുല്ല്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അഗ്നി അങ്ങോട്ട് വന്നത്. സ്റ്റോപ്പ്, എന്താ ഇത് ചന്തയോ? നിങ്ങൾക്കൊന്നും ഒരു ജോലിയുമില്ലേ? അഗ്നിയുടെ ശബ്ദം ഉയർന്നു. അഗ്നിയെ കണ്ടതും എല്ലാവരും പേടിയോടെ സല്യൂട്ട് ചെയ്തു. പലരും പേടിയോടെ നിന്നു. നിങ്ങൾ പേടിക്കണ്ടെന്നേ, ചുമ്മാ. സാക്ഷി പതുക്കെ പറഞ്ഞതാണേലും അഗ്നി ശരിക്കും കേട്ടു. നീ എന്താ ഇവിടെ? അത് പിന്നെ എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. പരാതി ഉണ്ട്, എഴുതി കൊടുത്തിട്ട് പോവാം, അല്ലാതെ ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തിയല്ല വേണ്ടത്. അത് കേട്ടതും സാക്ഷി മുഖം കൂട്ടി. എനിക്ക് റിട്ടേൺ കംപ്ലൈൻ്റ് അല്ല കൊടുക്കാനുള്ളത്, ഓറൽ കംപ്ലൈൻ്റ് ആണ്. അതും ACP സാറിനോട് നേരിട്ട് പറയണം. കൂടുതൽ പറഞ്ഞാൽ ഇവൾ നാറ്റിക്കും എന്നറിയാവുന്ന അഗ്നി അവളെ അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് വാ. അത് കേട്ട സാക്ഷിയുടെ മുഖം വിടർന്നു. പോയി വരാട്ടോ, സാക്ഷി അവരോട് പറഞ്ഞു. ആ തൊപ്പി വാങ്ങിക്കണോ? സാക്ഷിയുടെ തലയിലെ തൊപ്പി കണ്ട അഗ്നി ഒരു പോലീസുകാരനോട് പറഞ്ഞു. അത് കേട്ട സാക്ഷി തൊപ്പി ഊരി അയാൾക്ക് നേരെ നീട്ടി. ചുമ്മാ ഷോ ആണ് ചേട്ടാ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ എൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രീ ആകുമ്പോൾ അതിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. ഞാനേ ഫോട്ടോസ് സെൻഡ് ചെയ്തേക്കാം, എന്നിട്ട് ചേട്ടാ ബാക്കിയുള്ളവർക്ക് സെൻഡ് ചെയ്താൽ മതി. സാക്ഷി അഗ്നി കടുപ്പിച്ച് വിളിച്ചു. പോട്ടെ ചേട്ടാ, ആളുടെ മൂടെ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. അതും പറഞ്ഞ് സാക്ഷി അഗ്നിക്ക് പിന്നാലെ വെച്ച് പിടിച്ചു. അഗ്നിയുടെ ക്യാബിനിലെത്തിയ അഗ്നി സാക്ഷിയെ കടുപ്പിച്ച് നോക്കി അവൻ്റെ ചെയറിൽ വന്നിരുന്നു. ഇരിക്കാവോ? അഗ്നി അമർത്തി മൂളി. താങ്ക്സ്. അതും പറഞ്ഞ് അവൾ അവന് മുന്നിലുള്ള ചെയറിലിരുന്നു. എന്താണ് നിന്റെ പ്രശ്നം? അഗ്നി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. യു ലുക്സ് ഹാൻസം ഇൻ ദിസ് യൂണിഫോം. അതാണ് ഇപ്പം നിന്റെ പ്രശ്നം? ഹേ അതല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. ഞാൻ ആദ്യമായിട്ടാണ് യൂണിഫോമിൽ കാണുന്നത്. പൊളി ലുക്കാണ് മോനെ. ഒരു സെൽഫി എടുത്തോട്ടെ? സാക്ഷി, ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ലാതെ നമ്മുടെ ബെഡ്റൂം അല്ല. സാക്ഷിയാണ് പോലും. പോലീസ് സ്റ്റേഷനാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ശ്രീ പ്ലീസ്, നീ ഇപ്പോൾ പോ, നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. അയ്യോ സാർ, അപ്പോൾ എൻ്റെ പരാതിക്ക് ഞാൻ അവിടെ നിന്ന് കേട്ടോളാം, നീ ഇപ്പോൾ ചെല്ല്. അത് പറ്റില്ല, എൻ്റെ കെട്ടിയോൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഞാൻ പോയില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനെയും അമ്മയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ ഇറങ്ങി വന്നവളല്ലെങ്കിൽ ഞാൻ. ആ ബോധം അങ്ങേർക്ക് വേണ്ടേ? 2-3 ദിവസമായിട്ട് എൻ്റെ കണ്ണിപ്പെടാതെ മുങ്ങി നടക്കുക കക്ഷി. രാവിലെ ഞാൻ ഉണരുന്നത് മുന്നേ പോവും, രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇതാണ് സാർ അവസ്ഥ. ഒന്നുമില്ലേലും എനിക്ക് കെയർ വേണ്ട സമയമല്ലേ ഇത്? എന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് പകരം എങ്ങനെ ചെയ്യാൻ വേണ്ടത്? ഇത് വളരെ മോശമല്ലേ സാർ? സാറിൻ്റെ പറ. എൻ്റെ പൊന്നു ശ്രീ, ഇന്ന് ഞാൻ നേരത്തെ വന്നോളാം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. പറ്റില്ല സാറേ, പ്ലീസ് ശ്രീ, നല്ല കുട്ടിയല്ലേ, ഉറപ്പായി ഞാൻ നേരത്തെ വരും. പറ്റിക്കോ? നീയാണേ പറ്റിക്കില്ല. എൻ്റെ തല പൊട്ടി തെറിച്ചോട്ടെന്നല്ലേ? അത് വേണ്ട. ശരി, എൻ്റെ അമ്മയാണെ ഞാൻ നേരത്തെ വരാം, നീ റെഡിയായി നിന്നു. ഇപ്പം എൻ്റെ പൊന്നു മോളിച്ചല്ലേ, എനിക്ക് DGP മീറ്റ് ചെയ്യാനുള്ളതാണ്. ശരി, ഞാനിപ്പോൾ പോവാം. പറ്റിച്ചാലുണ്ടല്ലോ ഞാനേ ഇനി ഒരു തവണ കൂടി വരും, കേട്ടല്ലോ? ഓ, നീ ഇപ്പോൾ ചെല്ലു. ഡെവിൾ. അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റു. അതെ, ഇനി കൂടുതൽ നേരം അവളെ ചുറ്റിക്കറങ്ങണ്ട, അവർക്കൊക്കെ ഡ്യൂട്ടി ഉള്ളതാ. ഓ ശരി സാറേ, രാത്രി കാണിച്ചു തരാടാ ദുഷ്ട. അവൾ മുഖം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതും അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അങ്ങനെ അഗ്നി വാക്ക് പാലിച്ചിട്ടോ. അന്ന് നേരത്തെ വന്ന് സാക്ഷിയും കൊണ്ട് പുറത്തേക്ക് പോയി. എൻ്റെ പൊന്നു ശ്രീ, ഒന്ന് പതുക്കെ കഴിക്ക്. ആരും ഇതെടുത്ത് കൊണ്ടുപോകാനൊന്നും പോണില്ല, ഇത് മുഴുവനും നിനക്കാ. നിങ്ങൾക്കത് പറയാം. നിങ്ങളുടെ ഉണക്ക കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചേ എനിക്ക് മടുത്തു. ഇന്ന് ആ വായിക്ക് രുചിയായി വല്ലതും കഴിക്കുന്നത്. നിങ്ങൾക്ക് ആ കഞ്ഞിക്ക് പകരം വല്ല ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അല്ലെങ്കിൽ വല്ല നൂൽപുട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? ആണോ? എങ്കിൽ നാളെ തൊട്ടേ അതും കാണില്ല. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. അയ്യോ, അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. എൻ്റെ കഞ്ഞി കൂടി മുട്ടിക്കല്ലേ എൻ്റെ പൊന്നിടവളെ. കഞ്ഞിയെങ്കിൽ കഞ്ഞി, അല്ലല്ലോ നിങ്ങൾ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മോളെ സാക്ഷി, ഓന്ത് നിന്നേക്കാൾ എത്രയോ ഭേദാണ്. ആണല്ലേ? പിന്നല്ലാതെ. അല്ലടവളെ, ഫുഡ് കഴിച്ചിട്ട് എന്താ പരിപാടി? എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ അത്? നൈറ്റ് റൈഡാണോ? പറ. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ മോളെ? അതിനിത് അപ്പം അല്ലല്ലോ മോനെ, ഫ്രൈഡ് റൈസ് അല്ലേ, എങ്കിൽ കുഴിയൊക്കെ എണ്ണാം. നീ വാചകം അടിക്കാതെ പെട്ടെന്ന് കഴിക്ക്, വെറുതെ സമയം കളയല്ലേ. ഇന്ന് എല്ലാം കഴിഞ്ഞ് എനിക്ക് ശരിക്കും നിന്നെ ഒന്ന് സ്നേഹിക്കാനുള്ളതാ. കുറേ നാളായില്ലേ ശരീരമൊക്കെ ഒന്ന് അനക്കിയിട്ട്. എങ്ങടാ, അതിനൊരു കുറവുമില്ലല്ലോ, നടന്നു തന്നെ മോന് നോക്കിയിരുന്നോട്ടാ. ഓ, ഞാൻ എടുത്തോളാം.
അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിലാണ് കാർത്തിക് അവരുടെ അരികിലേക്ക് വരുന്നത്. ഇരുവരുടെയും അനുവാദം പോലും ചോദിക്കാതെ അവിടെ ഉണ്ടായിരുന്ന കസേര നീക്കി അവൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ അഗ്നിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതേതാ ഈ വെള്ളപ്പിശാശി, സാക്ഷി മനസ്സിൽ പറഞ്ഞു. ആരാ, മനസ്സിലായില്ല? അഗ്നി കാർത്തികിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്നെ അറിയില്ല? അറിയാൻ ഇയാൾ സിനിമാ നടൻ വല്ലതാണോ? പക്ഷെ റിലീസ് ചെയ്ത പടത്തിലൊന്നും ഞാൻ ഇയാളെ കണ്ടിട്ടില്ല. സാക്ഷി കഴുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ കാർത്തിക്, ഇപ്പം മനസ്സിലായോ? സാക്ഷിക്ക് പെട്ടെന്ന് കത്തിയില്ല കേട്ടോ, അതുകൊണ്ട് അവൾ ചുമൽ കൂച്ചി. പക്ഷെ അഗ്നിക്ക് ആ പേര് കേട്ടപ്പോൾ പെട്ടെന്ന് ആളെ മനസ്സിലായി. എൻ്റെ ഈ കോസ്റ്റ്യൂം കണ്ടിട്ടും തനിക്ക് എന്നെ മനസ്സിലായില്ല? സാക്ഷിയോടായിരുന്ന ആ ചോദ്യം. സർഫെക്സലിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോവുകയാണെന്നൊരു ചെറിയ സംശയമില്ലാതില്ല, ആണോ? സാക്ഷി ആളൊരു ഫണ്ണി ക്യാരക്ടർ ആണല്ലേ. എനിവേ എനിക്കിഷ്ടമായി. അഗ്നിയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് കാർത്തിക് അത് പറഞ്ഞപ്പോൾ അഗ്നിക്കത് തീരെ ബോധിച്ചില്ല. എനിക്ക് സാക്ഷിയെ നേരത്തെ അറിയാം. ഒരുപാട് കാലമായിട്ട് ഞാൻ സാക്ഷിയുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പിറകെയോ? അതെന്തിനാ? എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. സാക്ഷിയുടെ നിഴൽ പോലെ പിറകെ നടന്നിട്ടും സാക്ഷി എന്നെയോ എൻ്റെ സ്നേഹത്തെയോ തിരിച്ചറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. പക്ഷെ സാക്ഷിയുടെ അച്ഛൻ എനിക്ക് വാക്ക് തന്നിരുന്നു കേട്ടോ, സാക്ഷി എനിക്കുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ സാക്ഷി... കാർത്തിക് അത്രയും പറഞ്ഞു നിർത്തി. അത്രയും കേട്ടപ്പോഴാണ് സാക്ഷിക്ക് ആളെ മനസ്സിലായത്. അവൾ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കാർത്തിക്കിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ സാക്ഷി വാഷ് ചെയ്ത് വരാം എന്നും പറഞ്ഞ് മെല്ലെ അവിടുന്ന് വാഷ് ഏരിയയിലേക്ക് മുങ്ങി. സാക്ഷി പോയ വഴിയെ വല്ലാത്ത പാവത്തിൽ നോക്കുന്ന കാർത്തിക്കിന്റെ പ്രവൃത്തി കണ്ട് അഗ്നി ടേബിളിലേക്ക് ആഞ്ഞിടിച്ചു. ശബ്ദം കേട്ട് കാർത്തിക് തോട്ടം പിൻവലിച്ചു. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? അഗ്നി കാർത്തിക്കിന് നേരെ പുച്ഛത്തോടെ നോട്ടം പായിച്ചുകൊണ്ട് ചോദിച്ചു. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നീ തട്ടിയെടുത്ത് അവളെ തിരിച്ചു പിടിക്കണം. വെരി സിമ്പിൾ. അതിന് മറുപടിയായി അഗ്നി ഒരു ചിരിയാണ് സമ്മാനിച്ചത്. അത് ബുദ്ധിമുട്ടാണല്ലോ കാർത്തിക്, അവൾ ഇന്നെൻ്റെ ഭാര്യയാണ്. അതെനിക്ക് കുഴപ്പമില്ല. അവൾ എന്നെ ഒരുപാട് മോഹിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. ഇന്നും മോഹിപ്പിക്കുക. അവളുടെ സൗന്ദര്യം അതെന്നെ പലതവണ മത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പെണ്ണിനും കാണാത്ത എന്തോ ഒന്ന് അത് അവളിലേക്ക് എന്നെ കൂടുതൽ ആകർഷിപ്പിക്കുക. ഒരു നാൾ അവൾ എനിക്ക് സ്വന്തമാവും എന്ന് കരുതി കാത്തിരുന്നു. പക്ഷെ നീ അവളെ എന്നിൽ നിന്ന് തട്ടിയെടുത്തു. സാക്ഷിയെക്കുറിച്ച് അവളിൽ നിന്ന് കേട്ട വാക്കുകൾ അഗ്നിയെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. ഡോ, 4 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. നാണല്ലോ ഞാൻ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ? 4 വർഷം ആയാലെന്താ? നീ അവളെ അധികമൊന്നും തൊട്ടിട്ടുണ്ടാവില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. അവൾക്ക് അധികമൊന്നും ഉടച്ചിലൊന്നും പറ്റിയതായി എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അവളെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. പക്ഷേ ഒരൊറ്റ രാത്രിക്കാണെങ്കിലും അവളെ ഞാൻ എൻ്റെ കിടപ്പുമുറിയിൽ എത്തിച്ചിരിക്കും. അതെൻ്റെ വാശിയാണ്. കാർത്തിക് അത് പറഞ്ഞ് തീരുന്നതിന് മുൻപേ അഗ്നിയുടെ ചവിട്ടേരി കാർത്തിക് നിലം പതിച്ചിരുന്നു. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് കയ്യേറ്റം നടന്നതും സാക്ഷിയും ബാക്കിയുള്ളവരും കൂടി ഇരുവരെയും പിടിച്ചു വെച്ചു. അഗ്നി കാർത്തിക്കിനിട്ട് നന്നായി പൊട്ടിക്കുകയും ചെയ്തു കേട്ടോ. അത് കാർത്തിക്കിൻ്റെ പക ഇരട്ടിച്ചു. അഗ്നിക്ക് നേരെ കത്തുന്ന നോട്ടം സമ്മാനിച്ചു കാർത്തിക് ദേഷ്യത്തോടെ പോയപ്പോൾ അഗ്നിയും സാക്ഷിയുടെ കൈയും പിടിച്ച് അവിടുന്ന് ധൃതിയിൽ ഇറങ്ങി. സാക്ഷിയെയും ബൈക്കിൻ്റെ പിറകെ കയറ്റി അഗ്നി എങ്ങോട്ടെന്നില്ലാതെ ചീരിപ്പായാണ്. അവൻ്റെ അന്നേരത്തെ മുഖഭാവം കണ്ട് സാക്ഷി ഒന്നും മിണ്ടാതെ കണ്ണടച്ച് ബൈക്കിൽ മുറുകെ പിടിച്ചിരുന്നു. ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ അഗ്നിയുടെ ബുള്ളറ്റ് ഒരു പുഴയോരത്ത് നിർത്തിയപ്പോഴാണ് സാക്ഷിക്ക് ശ്വാസം നേരെ വീണത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സാക്ഷി അഗ്നിയെ കടുപ്പിച്ചു നോക്കി. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? മനുഷ്യൻ്റെ നല്ല ജീവനിങ്ങ് പോയി ചാവാൻ ഇറങ്ങിയതാ? ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ ഇപ്പം എന്താ ഉണ്ടായേ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിറച്ച് അടിയുണ്ടാക്കുക, ബൈക്കിലൂടെ മരണപ്പാച്ചിൽ നടത്തുക. സാക്ഷി അഗ്നി ഒരുപാട് കുറ്റപ്പെടുത്തി. ഒടുവിൽ സഹിക്കട്ട അഗ്നി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ആദരങ്ങൾ അവൻ്റേതാക്കി. അവൻ്റെ ദേഷ്യവും സങ്കടവും തീരും വരെ നുകർന്നു. ഒടുവിൽ അവളുടെ ചുണ്ടിൽ നിന്ന് ചോര പൊടിഞ്ഞതും അവളുടെ ശ്വാസം വിലങ്ങുമെന്ന് തോന്നിയതും അഗ്നി അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. ഒരു കിതപ്പോടെ സാക്ഷി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അന്നേരം ഇരുവരെയും നനയിപ്പിച്ചുകൊണ്ട് ഒരു ചാറ്റൽ മഴ പെയ്തിറങ്ങി. സോറി എടി, അവൻ നിന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടമർത്തി. അവളെ പൊതിഞ്ഞു പിടിച്ചു. മഴ ഒന്നുകൂടി ശക്തി ആർജിച്ച് പെയ്യാൻ തുടങ്ങി. ആ മഴയിൽ ഇരുവരും ഏറെ നേരം കെട്ടിപ്പുണർന്നു. ഇരുവരുടെയും അതരങ്ങൾ വീണ്ടും അതിൻ്റെ ഇണയെ കണ്ടെത്തി. ദീർഘനേരം നീണ്ടുനിന്ന ചുംബനത്തിൻ്റെ ലഹരിയിൽ അവൻ ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ചു പോയി. അഗ്നിയുടെ കൈകൾ അവളെ അലഞ്ഞു നടന്നു. ശരീരം നനഞ്ഞു കുതിരുമ്പോഴും ആ ചുംബനച്ചൂടിൽ ഇരുവരുടെയും ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. പരസ്പരം അകന്നു മാറാനാവാതെ ഇരുവരും ഏറെ നേരം അങ്ങനെ നിന്നുപോയി. ഏറെ നേരത്തിനു ശേഷം മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന സാക്ഷി തണുത്ത് വിറയ്ക്കുന്നത് കണ്ടതും അഗ്നി അവളിൽ നിന്നും അകന്നു മാറി അവളെയും കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു.
ആ മഴയുള്ള രാത്രിയിൽ അഗ്നി അവളിൽ വീണ്ടും അലിഞ്ഞു ചേർന്നു. അവളുടെ പ്രണയത്തിനും കാമത്തിനും സാക്ഷ്യം വഹിച്ചു. അപ്പോഴും പുറത്ത് ശക്തിയോടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം സാക്ഷിയുമായി അഗ്നി ഒരു ഹണിമൂൺ ട്രിപ്പ് പോവുകയാണ്, അതും മൗറീഷ്യസിലേക്ക്. ദ്വീപ് രാഷ്ട്രമായ മൗറീഷ്യസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹണിമൂൺ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. ആഫ്രിക്കയുടെ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നീലജലാശയത്തിൽ ഒഴുകുന്നു. ആകാശനീല തടാകങ്ങൾ, ഈന്തപ്പനകൾ നിറഞ്ഞ തീരപ്രദേശങ്ങൾ, വെളുത്ത മണൽ നിറഞ്ഞ ബീച്ചുകൾ, അതിമനോഹരമായ സമുദ്രജീവികൾ, റിസോർട്ടുകൾ, ആകർഷകമായ സംസ്കാരം, ഊർജ്ജസ്വലമായ രാത്രി ജീവിതം എന്നിവ ഉൾക്കൊള്ളുന്ന ഭൂമിയിലെ ഒരു പറുദീസ. അതാണ് മൗറീഷ്യസ്. സാക്ഷിയുമൊത്തി അഗ്നി ഒരുപാട് നല്ല നിമിഷങ്ങൾ അവിടം ചിലവഴിച്ചു. പകലുകൾ പ്രണയസാന്ദ്രമായപ്പോൾ രാവുകൾ പ്രണയത്തിനുമപ്പുറം അനുഭൂതിയുടെയും ഉന്മാദത്തിൻ്റെയും ലഹരിയിൽ ഇരുവരും മതിമറന്നു. 2 ആഴ്ചയോളം ഇരുവരും അവിടം ചിലവഴിച്ചു. തിരികെ മടങ്ങിയെത്തിയപ്പോഴാണ് അഗ്നിയുടെ അമ്മ വഴി സാക്ഷി ഒരു കാര്യം അറിയുന്നത്. 2 ആഴ്ച മുന്നേ നടന്ന ആക്സിഡന്റിൽ ജുവലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു, ഒന്ന് അനങ്ങാൻ പോലും ആവാതെ കിടപ്പിലാണെന്ന്. സാക്ഷി ഈ വിവരം അഗ്നിയുമായി പങ്കുവെച്ചപ്പോൾ അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല എന്നത് സാക്ഷി അത്ഭുതപ്പെടുത്തി. കർമ്മ ഈസ് എ ബൂമറാങ്, അത്രമാത്രം കരുതിയാൽ മതി എന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ സാക്ഷി അവിടെ നിന്ന് പോയതും അഗ്നിയുടെ ഉള്ളിൽ ഒരു വിജയിച്ചിരി വിരിഞ്ഞു. നിനക്കറിയില്ലേ ശ്രീ, അവൾ വേദനിപ്പിച്ചത് നിന്നെയാണ്. നമ്മുടെ കുഞ്ഞിനെ പിറന്നു വീഴുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചില്ലേ, അതിന് എന്തുമാത്രം നൊന്ത് കാണും. എനിക്കത് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. ദൈവത്തിന് മുൻപേ അവൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചു. ശ്രീ, എൻ്റെ ചോരയല്ലേ, ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നതായിരുന്നില്ലേ. അപ്പോഴേക്കും അവൾക്ക് ഇതിൽ കുറഞ്ഞ ശിക്ഷ കിട്ടാനില്ല. അതും മനസ്സിൽ പറഞ്ഞ അഗ്നി ആഞ്ഞൊരു ശ്വാസം വലിച്ച് ഒന്നും അറിയാത്ത പോലെ അവൻ്റെ പ്രവൃത്തിയിൽ മുഴുകി. ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു. അഗ്നിക്കും സാക്ഷിക്കുമെതിരെ രവിയും കാർത്തിക്കും എന്തൊക്കെയോ പദ്ധതികൾ ഒരുക്കുന്നുണ്ടായിരുന്നു. ആ ഇടക്കാണ് സാക്ഷിയുടെ അച്ഛൻ ദേഷ്യത്തിൻ്റെ പുറത്ത് ചുരുളറിയാത്ത കൊലക്കേസുകളിലേക്ക് അഗ്നിയെ വലിച്ചിരുന്നത്. ഒരു നിശ്ചിത സമയത്തിനകം കേസ് തെളിയിക്കാൻ പറ്റിയില്ലേ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. ഈ ടെൻഷനോട് കൂടിയാണ് അഗ്നി അന്ന് വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത് സാക്ഷി അഗ്നിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. അഗ്നി ഒരു അച്ഛനാവാൻ പോകുന്നു എന്ന വാർത്ത സർപ്രൈസായി അവനെ അറിയിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു സാക്ഷി. അതിനുവേണ്ടി ആള് പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോഴാണ് അഗ്നിയുടെ വരവ്. പതിവിന് വിപരീതമായി ആ മുഖത്തെ ടെൻഷൻ തളം കെട്ടി നിന്നത് സാക്ഷി തിരിച്ചറിഞ്ഞു.